ഒരുവിധമുള്ള എല്ലാ ആൾക്കാരുടെയും പ്രശ്നം ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ വയ്യ എന്നുള്ളത്. അതായത് മുട്ടുവേദന എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒത്തിരി പ്രായമുള്ള 60 വയസ്സിന് മുകളിലൊക്കെ ഉള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 45-50 വയസ്സുള്ളവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറിയേ ഒക്കുള്ളൂ. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ വർക്കൗട്ട് എന്ന് പറയുന്നത് ശരീരം നല്ല ഷേപ്പാക്കി കുറച്ച് ഷേപ്പാക്കി വെക്കാൻ വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്. നമ്മുടെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ട്, ജീവിതശൈലി രോഗങ്ങളുണ്ട്, മുട്ടുവേദന, കാലുവേദന, തരിപ്പ്, പെരുപ്പ്, തോൾവേദനയൊക്കെ മാറ്റാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞൊന്നും മാറ്റി വയ്ക്കേണ്ട. നമ്മൾ ചെയ്യുന്തോറും നമുക്കത് മാറി വരും, 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒരു കസേര, സ്റ്റൂൾ എന്തെങ്കിലും എടുക്കുക. അതല്ല നിങ്ങൾക്കൊന്ന് ഇരിക്കാൻ പറ്റുന്ന എവിടെയെങ്കിലും ഒന്ന് കൈ ഇതുപോലെ വച്ചിട്ട് ഒന്ന് ഇരിക്കുക. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പറ്റില്ല, മുട്ടുവേദന ഉള്ളവർക്ക് പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പറയും, നമ്മളത് പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. എന്നിട്ട് വീണ്ടും ഇത് തന്നെ കാണിക്കുന്നു, ഇങ്ങനെ ചെയ്യാൻ പറയുന്നു എന്ന് അതായത് കൈ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറയുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. അതിനൊരു പരിഹാരമുണ്ട്. നിങ്ങൾക്ക് കൈ ഇങ്ങനെ വെക്കേണ്ടെങ്കിൽ പറ്റില്ല, അങ്ങനെ എഴുന്നേൽക്കാൻ പറ്റില്ല, സപ്പോർട്ടിലുണ്ട് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ ഇരുന്നിട്ട് നമുക്ക് കൈ എന്തിലെങ്കിലും പിടിക്കുന്ന രീതിയിലൊന്ന് കൈ ഒന്ന് പിടിക്കുക. നിങ്ങൾ എന്തിലെങ്കിലും പിടിച്ചിട്ട് ആ കൈക്ക് ബലം കൊടുത്ത് കാലിനും ബലം കൊടുത്തുകൊണ്ട് നിങ്ങളെന്ന് എഴുന്നേൽക്കുക. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഫുൾ ടൈം ഇങ്ങനെ ചെയ്യണമെന്നല്ല. നിങ്ങൾക്ക് ആദ്യം ഒന്ന് ചെയ്ത് ഇതൊക്കെ ഒന്ന് മാറി വരുന്നവർ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. അതുകൊണ്ടാണ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കൈ ഒന്ന് സപ്പോർട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ കാലിന് ബലം കൊടുത്തുകൊണ്ട് കൂനി പിടിച്ചെഴുന്നേക്കാൻ നിൽക്കരുത് കേട്ടോ. കാലിന് നമ്മൾ ബലം കൊടുക്കുക, കാൽ നല്ല രീതിയിൽ ബലം കൊടുത്തുകൊണ്ട് കൈയും സപ്പോർട്ട് ഒരു മുറുക്കി എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് നമ്മൾ നിവർന്നിരുന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒന്ന് എഴുന്നേക്കുക കേട്ടോ. മെല്ലെ എഴുന്നേറ്റാൽ മതി, ചാടിയെ പിടിച്ചൊന്നും എഴുന്നേക്കണ്ട. അതേപോലെ ഇരിക്കുക. നിങ്ങൾക്കിത് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചെയ്യാം. അത് ഏറ്റവും നല്ലതാണ്. എല്ലാ ദിവസവും ചെയ്തോളൂ. എനിക്കൊരു സ്ഥലത്ത് ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇരിക്കുന്നില്ല, ആ ഒരു പ്രശ്നമേ നമുക്ക് മാറ്റിയെടുക്കുക ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ നാളിങ്ങനെ ചെയ്യുക. അതിനുശേഷം മെല്ലെ ഈ കൈ നമ്മൾ പിടിക്കുന്നത് മാറ്റിയിട്ട് കൈ വെറുതെ ഇങ്ങനെ നീട്ടി വയ്ക്കുക മുന്നിലോട്ട്, എങ്ങും പിടിക്കാണ്ട്. എന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് വെക്കുക. അതിൻ്റെ മാറ്റി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ മാറും കേട്ടോ. അതുകൊണ്ട് അത് ചെയ്ത് തന്നെ ആകണം. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തോളൂ. ഇത് ഒത്തിരി ഏജുള്ളവർക്കാണ് ഏറ്റവും നല്ലത്, കാരണം അവർക്കാണ് ഏറ്റവും പ്രശ്നം മുട്ടുവേദന. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഒരു പ്രായം ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ ഹോർമോണിൻ്റെ ചേഞ്ച് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ബലം കുറയുകയാണ് ചെയ്യുന്നത്. ഈ കുറയുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മസിലുകൾ ബലപ്പെടുത്തി വെക്കണം. ആ ബലപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലുള്ള എക്സസൈസുകൾ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം 100% ഉറപ്പാണ്. അതേപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ മസിലൊന്ന് ബലപ്പെടുത്താനായിട്ട് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ തട്ടുന്ന പോലെ, നമ്മുടെ മുന്നിൽ എന്തെങ്കിലും പാട്ടയോ ഒക്കെ ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ട് ഇങ്ങനെ തട്ടുക. കാല് വെച്ചിട്ട് നമ്മളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒന്ന് കൈ ഇങ്ങനെ സപ്പോർട്ട് എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ തട്ടുക. അപ്പോൾ അത് മൂലിച്ച് നമ്മുടെ പാദത്തിന് നമ്മൾ ബലം കൊടുത്തിട്ടാണ് ഇങ്ങനെ തട്ടുന്നത്. അതിലൂടെ നമ്മുടെ കാലിൻ്റെ മുകളിലുള്ള മസിൽസൊക്കെ ഒന്ന് ടൈറ്റ് ആകും. നമ്മളെ മസിലുകൾ ബലപ്പെടുത്തുക എന്നാണ് ഇതിൻ്റെ നമ്മൾ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ബലപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്കുള്ള ഈ കാലിൻ്റെ പെരുപ്പ്, വേദന അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് നടക്കാനും നിൽക്കാനൊക്കെ നിങ്ങൾക്കൊരു ആയാസം കുറഞ്ഞിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മടിക്കാണ്ട് ചെയ്തുള്ളൂ കേട്ടോ. ഇത് ഒത്തിരി 60-70 വയസ്സുള്ളവർക്ക് മാത്രമല്ല, അവർക്കാണുള്ളത് പ്രോബ്ലം കൂടുതൽ. അവർക്കും അല്ലാതെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഇത് ചെയ്തു തുടങ്ങിയാൽ അവർക്ക് ഇതെല്ലാം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളത് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരം ഷേപ്പാക്കി മസിലൊക്കെ ബലപ്പെടുത്തി വയ്ക്കാൻ വേണ്ടി ചെറുപ്പക്കാർക്ക് മാത്രം ചെയ്യുന്നതല്ല. ഇതുപോലുള്ള ചെയ്യുമ്പോൾ ഒത്തിരി ഏജുള്ളവർക്കും ഒത്തിരി ഉപയോഗമാണ്. അപ്പോൾ അതും ഉറപ്പായിട്ടും ചെയ്യുക. ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.